എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ അടിപൊളി ഒരു സ്വീറ്റ് അപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മുട്ടയും ക്യാരറ്റും അരിപ്പൊടി തേങ്ങ പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു നല്ലൊരു അപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് കാണാം. അരിപ്പൊടി ഒരു വലിയ ടീസ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കോൺഫ്ലവർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. മൈദ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് കലക്കാനുള്ള കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുള്ളതാണ്, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കലങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ കൈവിരലുകൊണ്ട് ഒരു പിഞ്ചുപ്പ് അത്ര ഇട്ടാൽ മതി. ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് 1 ടീസ്പൂണ് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. ആക്കി കൊടുക്കാം. ഉണ്ട് 1 ബൗൾ ക്യാരറ്റ്, മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലേ, 1/4 ബൗളോളം തേങ്ങ ചിരകിയത്. ഇനി ഇത് ഏലക്ക, 2 ഏലക്ക പൊടിച്ചതും കുറച്ചൊരു കഷ്ണം ചുക്ക് പൊടിച്ചു വേണേ കൊയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ 2 മുട്ട നല്ല അടിച്ചു വെച്ചിട്ടുള്ളതാണ്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് മധുരം പാകത്തിന് ഇട്ട് കൊടുക്കാം. ശർക്കരപ്പൊടിയാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ സെറ്റ് ആവട്ടെ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടല്ലോ. ചുക്കുപൊടി ഇടാൻ നല്ലത് എപ്പോഴും, ഗ്യാസ്ട്രിക്കിനൊക്കെ നല്ലത്. മധുരം പോരാ, 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കണം. ഒരു വലിയ ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പോരാ മധുരം. ഞാനത് ഇഡ്ഡലി പാത്രത്തിൽ ആക്കാനൊക്കെ വന്നു. കുറച്ചു നേരം നമുക്ക് വെക്കാട്ടോ, എടുത്ത് വെക്കാം, ഒന്ന് സെറ്റ് ആവട്ടെ. എന്നതിന് ശേഷം നമുക്ക് ആവിയിൽ പുഴുങ്ങിയിടും. കുറച്ചു നേരം മൂടി വെച്ചതിന് ശേഷമേ നമുക്ക് പാത്രത്തിൽ ഒഴിക്കാട്ടോ. അപ്പം ഞാൻ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും കൂടി വറുത്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി നെയ്യ് ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ വറുത്ത ബാക്കി നെയ്യ് ഉണ്ടല്ലോ, കുറച്ച് നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെറുതെ പിന്നെ എടുത്ത് വെച്ചിട്ട് ടേസ്റ്റും ഉണ്ടാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പാലും തേങ്ങയും സേമിയും ക്യാരറ്റ് എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല, മധുരമുണ്ട്. അപ്പം നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനത് വാഴയില വാട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ചെറിയ ഹോൾസുകളുണ്ട് ഇഡ്ഡലി തട്ടിന്. ഹോൾസുകൾ ഇല്ലാത്ത തട്ടുകളും ഉണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കാൻ സുഖമാണ്, കുട്ടികൾക്കൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഈസിയാണ്, ഒന്നും അരയ്ക്കാനും ഒന്നിനും ഇല്ല. പാത്രത്തിന് അപ്പച്ചെമ്പിൽ വയ്ക്കാം കേട്ടോ, നമുക്ക് വേവിക്കാൻ. വെള്ളം തിളയ്ക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. വെള്ളം തിളച്ച ആവി വരും. ഫസ്റ്റ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഹൈലിടുക. അപ്പം നമ്മുടെ അപ്പം തുറന്നോക്കട്ടെ കേട്ടോ.
ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിക്കണം കേട്ടോ. അപ്പോൾ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂടേറിയതിന് ശേഷം പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ പാത്രത്തിലാക്കിയിട്ട് വേവിക്കാൻ വെക്കുന്നു. അപ്പോൾ വേവിക്കാൻ വെച്ച് നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഈ അപ്പം ഞാൻ പുറത്തേക്ക് എടുത്ത് ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിൽ. നമ്മുടെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.